ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ധ്യാന വിഷയം കൃതാർത്ഥ ഹൃദയം, ഗ്രാറ്റിറ്റ്യൂഡ്. ഈ വിഷയം പ്രതിപാദിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 11 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. അവൻ യെരുശലേമിലേക്ക് യാത്ര ചെയ്യുകയും ശമര്യയ്ക്കും ഗലീലയ്ക്കും നടുവിൽ കൂടി കടക്കുമ്പോൾ ഒരു ഗ്രാമത്തിൽ ചെല്ലുന്നേരം കുഷ്ഠരോഗികളായ 10 പുരുഷന്മാർ അവൻ എതിർപ്പെട്ടു. അകലെ നിന്നുകൊണ്ട്, യേശുനായക, ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് ഉറക്കെ പറഞ്ഞു. അവൻ അവരെ കണ്ടിട്ട്, നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിപ്പീൻ എന്ന് പറഞ്ഞു. പോകയിൽ തന്നെ അവർ ശുദ്ധരായി തീർന്നു. അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്ന് അവന്റെ കാൽക്കൽ കവണ്ണു വീണ് അവന് നന്ദി പറഞ്ഞു. അവനോ ശമര്യക്കാരനായിരുന്നു. 10 പേർ ശുദ്ധരായി തീർന്നില്ലയോ? 9 പേർ എവിടെ? ഈ അന്യജാതിക്കാരനല്ലാതെ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ മടങ്ങി വന്നവരായി ആരെയും കാണുന്നില്ലല്ലോ എന്ന് യേശു പറഞ്ഞു. അവനോട്, എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. സൗഖ്യം ലഭിച്ച 10 പേർക്കും നിത്യരാജ്യത്തിന് അവകാശികളാകാൻ അവസരമുണ്ടായിരുന്നു. ഒരാൾ മാത്രം, ഒരു അന്യജാതിക്കാരൻ മാത്രം ആ അവസരം തക്കത്തിന് ഉപയോഗിച്ചു. അവന് ശാരീരിക സൗഖ്യം മാത്രമല്ല, ആന്തരിക സൗഖ്യവും ലഭിച്ചു. ന്യൂ കിങ് ജെയിംസ് വേർഷൻ ബൈബിളിൽ പറയുന്നത്, ജീസസ് മാസ്റ്റർ ഹാവ് മേഴ്സി ഓൺ us എന്നാണ്. മേഴ്സി എന്ന് പറഞ്ഞാൽ നാം അർഹിക്കാത്ത നന്മ എന്നാണ് അർത്ഥം. അർഹിക്കാത്ത നന്മകളാൽ നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവത്തിന് നന്ദി കരയറ്റിയാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നാം മറന്നുപോകുന്നു. നമ്മുടെ മാതാപിതാക്കന്മാരോട്, ഗുരുക്കന്മാരോട്, മുതിർന്നവരോട്, സഹജീവികളോട് സ്നേഹവും ബഹുമാനവും നന്ദിയും കാണിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരയണമേ. ദൈവം ദാനമായി തന്ന ഈ മനോഹരമായ ഭൂമിയെ സംരക്ഷിക്കുവാൻ, കാർബൺ ഫുട് പ്രിന്റ് കുറയ്ക്കുവാനുള്ള വിവേകം തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനഭാഗത്ത് ഗ്രാറ്റിറ്റ്യൂഡ്, കൃതാർത്ഥത എന്ന് ആണ് ഊന്നി പറയുന്നത്. ഡിക്ഷണറിയിൽ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന പദത്തിന് മുകളിലായി ഗ്രാറ്റിസ് എന്ന ആഡ്വർബ് കൂടെയുണ്ട്. അതിന്റെ അർത്ഥം സൗജന്യമായി ലഭിക്കുന്നത്, വില കൂടാതെ ലഭിക്കുന്നത്, പ്രതിഫലമന്യേ, വെറുതെ എന്നൊക്കെയാണ്. ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഇതിൽ ഉൾപ്പെടുത്താം. അർഹിക്കാത്ത നന്മകൾ ഓരോ ദിവസവും സൗജന്യമായി തരുന്ന ദൈവം, നമുക്ക് ജീവശ്വാസം തന്ന ദൈവം, സുഖമായി ജീവിക്കുവാൻ ചുറ്റുപാടുകളെ ഒരുക്കി തന്ന അനുഗ്രഹിച്ച ദൈവം, മനോഹരമായ ഭൂമിയെ നമുക്കായി തന്ന അനുഗ്രഹിച്ച ദൈവം, നമ്മുടെ രോഗങ്ങളെ സൗഖ്യമാക്കിയ ദൈവം, എണ്ണിയാൽ തീരാത്ത നന്മകളാൽ നമ്മെ അനുഗ്രഹിച്ച ആ ദൈവത്തിന് മുൻപിൽ നമുക്ക് നമ്മുടെ മുട്ടുകളെ വടക്കാം. ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്താം, സ്തോത്രയാഗങ്ങൾ അർപ്പിക്കാം. സങ്കീർത്തനം 103, 1, 2, 3, 4 വാക്യങ്ങൾ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വിടുവിക്കുന്നു, അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. യെരുശലേമിലേക്കുള്ള യാത്രയിൽ അസ്പർശിതെന്ന് കരുതിയിരുന്ന 10 കുഷ്ഠരോഗികളെ നീ സൗഖ്യമാക്കിയതുപോലെ നിന്നിലേക്ക് അടുത്തു വരുന്ന ഞങ്ങളുടെ രോഗത്തെ നീ സുഖപ്പെടുത്തണമേ. അവരിൽ നിന്ന് സൗഖ്യം പ്രാപിച്ച ഒരു ശമര്യക്കാരൻ നിനക്ക് നന്ദി കരയറ്റുവാൻ മടങ്ങി വന്നതുപോലെ ഈ നോമ്പിൽ നിങ്ങളിലേക്ക് ചേർന്ന് വരുവാനും വീണ് നമസ്കരിപ്പാനും നന്ദി കരയറ്റുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. നിന്റെ കൃപയാലും കരുണയാലും അനുഗ്രഹങ്ങളുടെ ബന്ധത്താലും രോഗികൾക്ക് പൂർണ്ണ സൗഖ്യവും, ഞെരുങ്ങിയിരിക്കുന്നവർക്ക് ആശ്വാസവും, ബദ്ധന്മാർക്ക് വിടുതലും, കാണാതെ പോയവർക്ക് തിരിച്ചുവരവും, ഭിന്നിച്ചിരിക്കുന്നവർക്ക് ഐക്യമത്യവും, ദുഃഖിച്ചിരിക്കുന്നവർക്ക് ആശ്വാസവും പ്രത്യാശയും നൽകണമേ. ആർക്കും പകരത്തിന് പകരം ചെയ്യാതെയും നന്മയാൽ തിന്മയെ ജയിപ്പാനും സകല മനുഷ്യരോടും കൃതജ്ഞതയുള്ളവരായിരിക്കാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. നീ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള സകല നന്മകൾക്കും കരുതലിനും സൗഖ്യത്തിനും വേണ്ടി നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. സർവശക്തിയുള്ള ദൈവമായ കർത്താവെ, ബലഹീനരും പാപികളുമായി ഞങ്ങളെ നീ സുഖപ്പെടുത്തി വീണ്ടെടുക്കുകയും നിന്റെ കൃപയാൽ നിന്നോടുള്ള സംസർഗത്തിലേക്ക് മടങ്ങിയിരുവാൻ ഇടയാക്കുകയും ചെയ്തിരിക്കുന്നുവല്ലോ. ആമേൻ.